തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് താങ്കൾ ഈ യാത്ര തുടരുകയാണ്. വളരെ പിന്നിട്ടുകയാണ്. താങ്കൾക്ക് അത് മനസ്സിലായി? നാളത്തോടുകൂടെ ഞങ്ങളുടെ യാത്ര 1-ാം ഘട്ടം സമാപിക്കുകയാണ്. എല്ലായിടത്തും നല്ല ആവേശമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ യാത്ര തുടങ്ങുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് സിറ്റിയിലെ ലാസ്റ്റ് റൗണ്ട് പ്രചാരണമാണ് ഇന്നും നാളെയും കഴക്കൂട്ടത്ത്. ഇന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ പ്രചാരണമായിട്ട് ഇറങ്ങിയപ്പോൾ ജനം ചോദിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, ഇത്രയും ഹൈ പിച്ചിലേക്ക് എത്തിയോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ എല്ലായിടത്തും ജനങ്ങളുടെ നല്ല റെസ്പോൺസാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത്തവണ ഭരണമാറ്റം ഉണ്ടാവും. 51 and above എന്ന മാജിക് നമ്പറിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയും. താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് എടവക്കോട് വാർഡിലാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു. ഇത്തവണ എന്താണ് സ്ഥാനാർത്ഥി? ഇത്തവണ നല്ല കരുത്തയായൊരു സ്ഥാനാർത്ഥിനെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. സിനി 2 ടേം അവർ കൗൺസിൽ അംഗമായിരുന്നു. ഒരു പ്രതിപക്ഷ അംഗം എന്നുള്ള നിലയിൽ നന്നായിട്ട് ഭരണകക്ഷിയുടെ ദുശ്ചേരികൾക്കെതിരെ ഫൈറ്റ് ചെയ്ത ഒരു കൗൺസിലറാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഈ വാർഡ് പിടിച്ചെടുക്കും. അപ്പോൾ നഗരസഭ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും.